നാമത്തിലൂടെ അടിസ്ഥാനപ്പെടുകയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗൗരവങ്ങളെ ജയിക്കില്ലെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാവിലെ നമ്മുടെ നടുവിലുണ്ട്. നമുക്ക് എല്ലാവർക്കും അത്ഭുതം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എസ്രായുടെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. എസ്രാ സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഒരാലയത്തിന് അടിസ്ഥാനപ്പെട്ടു. അപ്പൊ സ്തുതിയുടെ മുമ്പിൽ ദൈവം അടിസ്ഥാനം ഇടുന്നവരാണ്. ആകയാൽ നമ്മെ തന്നെ ദൈവങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അത്ഭുതം സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുവാൻ ഇടയാകേണ്ടതിനായി ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കാം. ഇരുവരോ മൂവരോ എന്റെ നാമത്തിൽ കൂടി വരുന്ന നടുവിലുണ്ടെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആകയാൽ ദൈവങ്ങൾ ഏൽപ്പിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ ഓമനപുത്രൻ ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ ദുസ്തുല്യമുള്ള നാമത്തിൽ വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് രാവിലെ ഇവിടെ വരുവാനിടയായി. പ്രിയപ്പെട്ട ഇലാമാൻഡി, റോയി, ഷീബ മക്കൾ, അവിടെയൊക്കെയും ദീർഘവർഷത്തെ ആഗ്രഹമാണ് ഒരു പുതിയ ഭവനം ഉണ്ടാകണമെന്നുള്ളത്. അതിനുവേണ്ടി കഴിഞ്ഞ നാളിലൊക്കെ അവരെ ദൈവത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒക്കെ ദൈവമേ നിലകൊള്ളുവാനിടയായി. ദൈവത്തിന്റെ സമയം ഇപ്പോഴായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ വിശുദ്ധന്മാരായ ദൈവമക്കളായ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്ന് ഈ ഭവനത്തിന്റെ അടിസ്ഥാനമിട്ട് പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. കർത്താവെ, ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന മാനസിന് വേണ്ടി പ്രാർത്ഥിക്കും. തന്റെ മകനെ അവിടെ നിന്ന് സഹായിക്കണമേ, ആവശ്യമായ നന്മകൾ നൽകണമേ. ഇതിന്റെ പണികൾ ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കോമ്പൗണ്ടിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഒരാപത്തോ അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ ഉണ്ടാകാതെ യേശുവിന്റെ രക്തത്താൽ അവരെ മുദ്രയിട്ടുകൊള്ളുവാൻ എന്റെ കരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, അതിൻ്റെതായ സാമ്പത്തികമായ വഴികളെല്ലാം അവർക്ക് തുറന്നു കൊടുക്കണം. ഓരോ പണിയുടെ ആരംഭിക്കുമ്പോൾ തക്ക സമയത്ത് ദൈവത്തിന്റെ വഴികൾ തുറന്ന് അവരെ മാനിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പണി പൂർത്തീകരിക്കുന്നിടം വരെ ദൈവത്തിന്റെ സാന്നിധ്യവും കരുതലും ഉണ്ടാകണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി, അവരെ കുടുംബം ഏൽപ്പിക്കുന്നവരുടെ ഉത്തരവാദികൾക്കായി, വിദൂരയിലും ദൂരത്തുമായിരുന്നു കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ അവിടുത്തെ സന്നിധി ഏൽപ്പിക്കുക. പുതുത്ര അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമായ കർത്താവ്, പുതുത്ര വിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഈ ഭവനത്തിന്റെ അടിസ്ഥാനം എവിടെ ഇടുകയാണ്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദൈവത്തെ അല്പ നിമിഷം സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എവിടെ ഞങ്ങളുടെ പ്രാർത്ഥന സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ.